നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം, കണ്ടു നോക്കും. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടച്ചക്ക കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിക്കാം. കടച്ചക്ക വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അടുപ്പിച്ച് വെക്കാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനിവിടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നല്ലതുപോലെ ചതച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കടച്ചക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ കടച്ചക്കയുടെ വെള്ളം ഉണ്ടല്ലോ അത് എടുക്കുന്നില്ല കേട്ടോ, അത് ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക്, അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവിൽ കഴിക്കുന്നതാണ് ഇതുപോലുള്ള മെഴുക്കുവരട്ടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഈ ഒരു മുളകിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടച്ചക്ക കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നല്ലതുപോലെ കുഴഞ്ഞതാണ് ഇഷ്ടം. ഇനി നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ അതിനനുസരിച്ച് കടച്ചക്കയുടെ വേവ് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.